നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റബിൾ, റൈഫിൾമാൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 25,487 ഒഴിവുകളിലേക്കാണ് നിയമനം. ഡിസംബർ 31 വരെ ssc.gov.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ത്യൻ പൗരന്മാരായിരിക്കണം അപേക്ഷകർ. നിശ്ചിത സംസ്ഥാനത്തിന്റെ കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഡൊമിസൈൽ PRC ആവശ്യമാണ്. 2026 ജനുവരി 1-നകം അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് ലഭിക്കും. 2026 ജനുവരി 1-ന് അപേക്ഷകർക്ക് 18-നും 23-നും ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം. 2003 ജനുവരി 2-നും 2008 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവർക്കാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പ്രായപരിധിയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് OBC-ക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് 3 വർഷവും ഇളവുകൾ ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് സൈനിക സേവന കാലയളവ് കുറച്ചതിനു ശേഷം 3 വർഷത്തെ പ്രായപരിധി ഇളവ് അനുവദിക്കും. 1984-ലെ കലാപങ്ങളിൽ ഇരയായവരുടെ ആശ്രിതർക്ക് ജനറൽ EWS വിഭാഗത്തിൽ 5 വർഷവും OBC-ക്ക് 8 വർഷവും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 10 വർഷവും പ്രായപരിധി ഇളവുണ്ട്. ആകെയുള്ള 25,487 ഒഴിവുകളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ 616 ഒഴിവുകളും പുരുഷന്മാർ 524, സ്ത്രീകൾ 92. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ CISF-ൽ 14,595 ഒഴിവുകളാണുള്ളത്. പുരുഷന്മാർ 13,135, സ്ത്രീകൾ 1,460. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ CRPF-ൽ 5,490, പുരുഷന്മാർ 5,366, സ്ത്രീകൾ 124 ഒഴിവുകളും സശസ്ത്ര സീമാബലിൽ SSB-യിൽ 1,764 ഒഴിവുകൾ, പുരുഷ ഒഴിവുകളും ഇൻഡോ ടിബറ്റൻ ബോർഡർ വിസ ITBP വിഭാഗത്തിൽ 1,293 ഒഴിവുകൾ, പുരുഷന്മാർ 1,099, സ്ത്രീകൾ 194 എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത്. അസം റൈഫിൾസിൽ 1,706, പുരുഷന്മാർ 1,556, സ്ത്രീകൾ 150. സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിൽ 23 പുരുഷ ഒഴിവുകളാണ് ഉള്ളത്. സ്ത്രീകൾക്ക് ഈ വിഭാഗത്തിൽ ഒഴിവുകളില്ല. പേ ലെവൽ 3 പ്രകാരം പ്രതിമാസം 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ശമ്പളം. ക്ഷാമബത്ത, വീട്ടുവാടക ബത്ത, മറ്റ് അലവൻസുകളും ഇതിനോടൊപ്പം ലഭിക്കും. പൊതുവിഭാഗം, OBC, EWS വിഭാഗങ്ങളിലെ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗക്കാർ, വിമുക്ത ഭടന്മാർ, വനിതാ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് ഫീസ് ഇല്ല. ഫീസ് ഓൺലൈനായി അടയ്ക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, ശാരീരിക നിലവാരക്ഷമതാ ടെസ്റ്റുകൾ, മെഡിക്കൽ പരിശോധന, രേഖാപരിശോധന എന്നിവയിലൂടെയാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുക. അപേക്ഷ സമർപ്പിക്കാൻ ssc.gov.in സന്ദർശിച്ച് പുതിയ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. ശേഷം ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കാം. ഫോട്ടോ, ഒപ്പ്, ആവശ്യമായ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക. ബാധകമായ ഫീസ് ഓൺലൈനായി അടച്ചതിനു ശേഷം അപേക്ഷ സമർപ്പിച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ അപേക്ഷകൾ നേരത്തെ സമർപ്പിക്കേണ്ടതാണ്. വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിക്കുക. അപേക്ഷകൾ താൽക്കാലികമാണ്. മെഡിക്കൽ പരിശോധന സമയത്ത് രേഖകൾ പരിശോധിക്കും. യോഗ്യതാ വിവരങ്ങൾ സമർപ്പിച്ച രേഖകളുമായി പൊരുത്തപ്പെട്ടില്ലെങ്കിൽ അപേക്ഷ റദ്ദാക്കപ്പെടാം. സംവരണ ആനുകൂല്യങ്ങൾ അവകാശപ്പെടുന്നവർക്ക് നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള സാധുവായ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. മറ്റൊരു സംസ്ഥാനത്തേക്ക് കുടിയേറിയ SC, ST, OBC വിഭാഗക്കാർക്ക് യഥാർത്ഥ സംസ്ഥാനത്തു നിന്നുള്ള സംവരണമോ അല്ലെങ്കിൽ കുടിയേറിയ സംസ്ഥാനത്ത് സംവരണമില്ലാതെ അപേക്ഷിക്കണോ എന്ന് തെരഞ്ഞെടുക്കാം. ഈ തീരുമാനം മാറ്റാനാകില്ല. യഥാർത്ഥ സംവരണം തെരഞ്ഞെടുക്കുന്നവർ അതിനുള്ള രേഖകൾ ഹാജരാക്കണം. കൂടുതൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.